ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് അച്ഛനെയും വിഷുവിനെയും സെക്ടർ 17 ബസ് ടെർമിനൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നേക്കും കേട്ടോ. അവർക്ക് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി. ചണ്ഡീഗഡിൽ നിന്നുള്ള ട്രെയിൻ ഉണ്ട്, പക്ഷേ അത് അവർ കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കില്ല കേട്ടോ. അത് കാരണം നിസാമുദ്ദീനിൽ നിന്നാണ് അവർ ട്രെയിൻ കയറുന്നതിന്. അതുകൊണ്ട് ചണ്ഡീഗഡ് ടു ഡൽഹി അവർ ബസ്സിൽ പോകും. ഈ ബസ് ഇവിടുന്ന് രാത്രി 8 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ രാത്രി 1 മണിയാകുമ്പോൾ ഡൽഹിയിലെത്തും കേട്ടോ. അവിടുന്ന് രാവിലെ 5 മണിക്ക് നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് അവരുടെ യാത്ര. അതുകൊണ്ട് അവർക്ക് ചണ്ഡീഗഡ് ടു ഡൽഹി ബസ്സിൽ പോകണം കേട്ടോ. ഈ ബസ് ടെർമിനലിൽ നിന്ന് എപ്പോഴും ഡൽഹിയിലേക്ക് ബസ് കാണും. അതുകൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ല. ഡൽഹിയിലേക്ക് മാത്രമല്ല കേട്ടോ, വാരണാസി, ജയ്പൂർ, ജമ്മു, വൃന്ദാവൻ അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. ഈ കാണുന്നത് ഹരിയാന റോഡ്വേസിൻ്റെ ബസ്സാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഉള്ളിൽ. ഇവിടെ പെർ പേഴ്സൺ ഈ AC ബസ്സിന് 460 രൂപയാണ് ആയത്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇതുവരെയായിട്ടും ഇവിടുത്തെ ബസ്സിൻ്റെ ഉള്ളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. നമ്മുടെ നാട്ടിലെ ബസ്സും ഇവിടുത്തെ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ സെയിം തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ്. ടാറ്റാ. ഇരിക്കോ ഇരിക്കൂലല്ലേ. അച്ഛൻ പൈ കൊടുക്കണത് അമ്മയ്ക്ക് കേട്ടോ. അമ്മ കയറിയില്ല ബസ്സിൽ, കാരണം അമ്മയ്ക്ക് ഡിസ്കിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം അധികം സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല. അത് കാരണം അമ്മ പുറത്ത് തന്നെയാണ് നിന്നത്. അങ്ങനെ അച്ഛൻ്റെയും വിഷുവിൻ്റെയും മാംഗ്ലൂർ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അവരെ കയറ്റി വിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ മിനി വ്ളോഗ്. ടാറ്റ, ബൈ ബൈ, സീ യു.